ഇപ്പോൾ വണ്ടികളൊക്കെ ചേറി പാഞ്ഞുകൊണ്ടിരിക്കണതാണ്. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് പറയണേ. ഇത്രയും നാളത്തെ നേരിട്ടുള്ള വായിച്ചും വചനത്തിലും കേട്ടതല്ല, നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം. ദാനധർമ്മം ആപത്തിന് പരിഹാരമാണ്, പാപത്തിന് പരിഹാരമാണ്. പിന്നെ അത് പലിശയില്ലാ കടമായിട്ട് പല മടങ്ങായിട്ട് അനുഗ്രഹങ്ങളായിട്ട് തിരിച്ചു കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ആ പാലത്തിൻ്റെ അടിയിൽ പുതച്ച് മൂടി കിടക്കണേ. ചിലപ്പോൾ വല്ല പനിയൊക്കെ ആയിരിക്കും. നമുക്ക് പനി എന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് തരാനും ആശുപത്രി കൊണ്ടുപോകാനും എടുത്തു തരാനും എന്തോരം ആൾക്കാർ വീട്ടിലുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും മനുഷ്യർക്ക് ഒരു തൃപ്തിയും സമാധാനവും ഇല്ല. എല്ലാം ഉണ്ടായിട്ടും പണം എന്ന് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1000 പൊന്നാണയങ്ങളേക്കാൾ, സ്വർണ്ണ നാണയങ്ങളേക്കാൾ വലുതാണ് ഒരു പൊതി അല്ലെങ്കിൽ അന്നം, ഒരു ഭക്ഷണം എന്ന്. അപ്പോൾ കാരണം എന്താണ്? സ്വർണ്ണ നാണയം എടുത്ത് വെച്ചാൽ വിശപ്പ് മാറുമോ? പണം അടുക്കി വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ? ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, കഴിച്ചിറങ്ങാത്ത. ഉത്കണ്ഠയും ആകുലതയും ഡിപ്രഷനും ദ്രവ്യാസക്തി എല്ലാം. ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു വാഷ് ബേസിനാ, AC ഡൈനിങ് ടേബിളാ, ഒരു റൂമോ ഒന്നുമില്ല. കിട്ടേണ്ടത്ത് ഇരുന്ന് തിന്ന്, കിട്ടേണ്ടത്ത് തന്നെ കിടന്നുറങ്ങി ഒന്നവസ്ഥ. അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അവരിൽ ഒരു സംതൃപ്തി ഉണ്ട്, ആകുലതയും ഉത്കണ്ഠയില്ല. ഇന്നൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നല്ല, അവർക്കൊക്കെ ഒരു നല്ലൊരു ചിന്ത ഉണ്ടാകട്ടെ. ഇതെന്തിനാണ് ഈ വീഡിയോ പിടിക്കണത് എന്നൊക്കെ ചോദിക്കും. അത് കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. അങ്ങനെ താല്പര്യമില്ലാത്തവർ അത് കാണണ്ട. അത് ആവശ്യമുള്ളവരുണ്ട്. ഒരു വലിയ പ്രസംഗത്തിനേക്കാൾ വലുതാണ് നേരിട്ട് ലൈവായിട്ട് ഇങ്ങനത്തെ കാര്യം കാണുന്നത്. ലോകത്ത് എന്തെല്ലാം കാണാൻ പറ്റാത്ത വൃത്തിയായിട്ട കാര്യങ്ങൾ മനുഷ്യർ കാണുന്നു. അത് കാണാനും ഷെയർ ചെയ്യാനും ആർക്കും ഒരു ഇതുമില്ല. തല്ലുപിടിക്കണതും ഇടിപിടിക്കണതും കൊല്ലണതും ചാകണതും യുദ്ധം ചെയ്യണതും. ഒരു വിശന്ന് വരിയുന്ന മനുഷ്യന് ഒരു പൊതി ചോറ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ പോയി അവിടെ കിടക്കട്ടെ എന്ന് പറയണം, കൊടുക്കണ്ടെന്ന് പറയുന്നത്. അത് തന്നെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും വിശപ്പെന്ന് പറയുന്നത്, അന്നദാനം എന്ന് പറയുന്നത് 1000 സ്വർണ്ണ നാണയങ്ങളൊക്കെ വലുതാണ്. ഏറ്റവും വലിയ പരിഹാരമാണ്. അപ്പം നമ്മൾ കാശും പണമൊന്നും കൊടുക്കണില്ല. ചിലർ പറയും നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഇവരെ നശിപ്പിക്കണേന്ന് പറയും. നമ്മൊന്നും പൈസ ഒന്നും കൊടുക്കണില്ല. ഇവരിൽ ചിലരുടെ കഥയൊക്കെ പേപ്പറിലൊക്കെ വരാറുണ്ട്. ചുമന്ന് കെട്ടി ലക്ഷങ്ങളുമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. എവിടെയെങ്കിലും ചത്ത് കിടക്കും. പോലീസും ഗവൺമെൻറ്റും വന്ന് അത് ഗവൺമെൻറ്റിലോട്ട് കണ്ടുകെട്ടും. അത് വേറൊരു രോഗം. ഇന്ന് പല മനുഷ്യരും ഒരുപാട് പണം ഉണ്ടാക്കും, പക്ഷേ ജീവിക്കാൻ മറന്നു പോകും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇങ്ങനെ എല്ലാവരുടെയും നിന്നും മേടിക്കും. പാകത്തിന് ഭക്ഷണം പോലും മേടിച്ച് കഴിക്കില്ല. അവസാനം അതുമായിട്ട് എവിടെയെങ്കിലും ചത്ത് കിടക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ഈ ചേട്ടനെ വിളിച്ച്, ചേട്ടനാണോ ചേച്ചിയാണോ എന്നറിയില്ല, അതെ ഒരു തുണിയുടെ അകത്ത് കിടക്കുന്ന ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുക. ചേട്ടാ ഹലോ, ഭക്ഷണം വേണോ? ഹലോ, ഭക്ഷണം വേണോ? എന്നാ വാ ഈ ചേട്ടന് ഭക്ഷണം കൊടുക്കുക. പാടില്ലേ? പനിയാണോ? പണിയില്ലാത്തതുകൊണ്ടോ? ശരി.